ഓക്കെ, നമസ്കാരം. അപ്പം നമ്മളെ രണ്ടാം കൃതി സമവാക്യങ്ങൾ എന്ന് പറയുന്ന പാഠത്തിൻ്റെ ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ച് നോക്കാം, ഓൺലൈൻ ക്ലാസ്സാണ്. അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം എനിക്കുണ്ടാവും, നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ അതെല്ലാം നോക്കി നമുക്ക് മുന്നോട്ട് പോകാം, നോക്കാം മാക്സിമം. അതിലപ്പോൾ പേജ് നമ്പർ ഫസ്റ്റത്തെ പാഠത്തിൻ്റെ ഫസ്റ്റ് പേജിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അത് നമുക്ക് ചെയ്ത് നോക്കാം. ഒരു സമചതുരത്തിൻ്റെ വശങ്ങളെല്ലാം 2 മീറ്റർ കുറച്ച് ചെറുതാക്കിയപ്പോൾ പരപ്പളവ് 49 ചതുരശ്ര മീറ്ററായി. ആദ്യത്തെ സമചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം എത്ര മീറ്റർ ആയിരുന്നു? അതാണ് ചോദ്യം, ഒന്നാമത്തെ ചോദ്യം. നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ഡാറ്റാസ് എഴുതി വെക്കാം. എന്താണ്? ഒരു സമചതുരത്തിൻ്റെ വശങ്ങളെല്ലാം 2 മീറ്റർ കുറച്ച് ചെറുതാക്കിയപ്പോൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെറിയൊരു സമചതുരം വരച്ച് നോക്കാം നമുക്ക്, അല്ലേ? ഒരു സമചതുരം ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ അതിൻ്റെ വശങ്ങളെല്ലാം എത്ര മീറ്റർ കുറച്ചെന്ന് പറയുന്നത് 2 മീറ്റർ കുറച്ചു, അല്ലേ? അപ്പം നമ്മൾ ചെയ്യേണ്ടതായിരുന്നു വെച്ചാൽ ആദ്യത്തെ സമചതുരത്തിൻ്റെ വശത്തിന് നമുക്ക് എത്ര ആയിട്ട് എടുക്കണം? എക്സ് ആയിട്ട് എടുക്കാം, അല്ലേ? സമചതുരം ആയതുകൊണ്ട് എല്ലാ വശങ്ങളും എന്തായിരിക്കും? എക്സ് ആയിരിക്കും, അല്ലേ? അപ്പോൾ എക്സ് ആയിട്ട് എടുത്തു. അതിനുശേഷം വശങ്ങളെല്ലാം 2 മീറ്റർ കുറച്ച് ചെറുതാക്കിയപ്പോൾ എന്ന് പറയുമ്പോൾ പുതിയ ചതുരം വന്നു. അതിൻ്റെ വശങ്ങളെല്ലാം നമ്മൾ എന്താക്കിയടാ? 2 മീറ്റർ കുറച്ച്, അല്ലേ? അപ്പോൾ എക്സ് ഉണ്ടായത് 2 മീറ്റർ കുറച്ചിട്ടാകുമ്പോൾ എന്ത് വരും? x-2. ഉറപ്പല്ലേ? അപ്പോൾ എല്ലാ ഭാഗത്തും x-2 തന്നെയല്ലേ വരുന്നത്. അതായത് എക്സ് ആണ് നമ്മൾ ആദ്യം ഉണ്ടായത്, 2 മീറ്റർ കുറച്ചെന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറും? x-2. ഓക്കെ, എത്ര പോലെ സെറ്റാണല്ലോ. അതിന് അടുത്ത് പറയുന്നത് 2 മീറ്റർ കുറച്ച് ചെറുതാക്കിയപ്പോൾ പരപ്പളവ് 49 ചതുരശ്ര സെൻറ്റിമീറ്റർ ആയി. അതായത് ഇതിൻ്റെ പരപ്പളവ് എത്രടാ? 49 ചതുരശ്ര സെൻറ്റിമീറ്റർ. രണ്ടാമത്തെ കുറച്ചപ്പോൾ കിട്ടിയത്, അല്ലേ? ഇനി ആദ്യത്തെ സമചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം എത്ര മീറ്റർ? അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താ? എക്സ്. ആദ്യത്തെ സമചതുരത്തിൻ്റെ വശങ്ങൾ എന്ന് പറഞ്ഞാൽ എക്സ് എത്ര എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിളായി നമുക്ക് ചെയ്യാം, ഇത് വെച്ച് നമുക്ക് ചെയ്യാം. ഇവിടെ എന്താ പറയുന്നത്? ഇതിൻ്റെ പരപ്പളവ് 49 തന്നിട്ടുണ്ട്. പരപ്പളവിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയുന്നില്ലടാ. എന്താണ് പരപ്പളവ് അഥവാ ഏരിയർ ഇക്വേഷൻ? വശം ഇൻറ്റു വശം, അല്ലേ? വശം ഇൻറ്റു വശമാണ് ഇൻറ്റു വശം, അല്ലേ? പരപ്പളവ് നമ്മൾ വശം ഇൻറ്റു വശം എന്ന് എഴുതി. അതിനടുത്തത് നമ്മൾ എഴുതാൻ പോകുന്നത് അതായത് വശം ഇൻറ്റു വശം പരപ്പളവ് എഴുതി. അത് എത്രയാണ് തന്നിട്ടുണ്ട് നമുക്ക്? 49 മീറ്റർ സ്ക്വയർ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്തോ തന്നിട്ടുണ്ട്, അല്ലേ? അതിനടുത്തത് വശം എത്രയാണ് ഇതിൻ്റെ? x-2. വശം ഇൻറ്റു വശം എന്ന് പറയുമ്പോൾ എന്ത് വരുന്നുണ്ടാ? x-2 ഇൻറ്റു x-2, അല്ലേ? അത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 49. എടാ, ഒരു നമ്പർ 2 പ്രാവശ്യം ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ? എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, 2 ഇൻറ്റു 2 2 സ്ക്വയർ, 3 ഇൻറ്റു 3 3 സ്ക്വയർ, അല്ലേ? അപ്പോൾ നമുക്ക് ഇതിന് അങ്ങനെ ചെയ്തടാ x-2 ഹോൾ സ്ക്വയർ. അല്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ഡയറക്റ്റ് ചെയ്താൽ പരപ്പളവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വശം സ്ക്വയർ ആണ്. അപ്പോൾ വശം സ്ക്വയർ ആകുന്ന x-2 ആണ് ഒരു വശം. x-2 സ്ക്വയർ സമത്ര ചെയ്തിടാം 49. ഓക്കെ അല്ലേ? 49. അതിന് ശേഷം നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ക്വയർ കളയുമ്പോൾ അപ്പുറത്തെ സാധനം എന്താക്കിയാൽ മതി? റൂട്ടാക്കിയാൽ മതി, അല്ലേ? അപ്പോൾ അതിൽ നമുക്ക് എന്തിട്ടുണ്ടാ? x-2 ഈക്വൽ ടു എന്ത് വരും? അതായത് സ്ക്വയർ ഉള്ളത് റൂട്ടാക്കും, അപ്പുറത്ത് പോകുമ്പോൾ റൂട്ടാവുന്ന ആലോചിക്കാം, അല്ലേ? നമ്മൾ പഠിച്ച കാര്യമാണ്. x-2 ഈക്വൽ ടു 49. ഇതിൽ നിന്നും x-2 സമം റൂട്ട് 49 നമ്മൾ പഠിച്ചല്ലേ? 7. x-2 7 ആണെങ്കിൽ എക്സ് എത്ര ആയിരിക്കും ഉണ്ടാ? 7. അതായത് -2 സമത്തിൻ്റെ അപ്പുറം പോകുമ്പോൾ എന്തായിട്ട് മാറും? +2. 7 + 2 എത്ര ഇടാ? 9, അല്ലേ? അതായത് നമ്മുടെ ഒരു വശം എത്ര കിട്ടും? എക്സ് എത്ര കിട്ടും നമുക്ക്? 9. അതായത് അത് തന്നെയല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ട. ഈ ആദ്യത്തെ സമചതുരത്തിൻ്റെ ഒരു വശം എത്ര എന്നല്ല നമ്മളോട് ചോദിച്ചത്. അത് നമുക്ക് എത്ര കിട്ടും? 9 കിട്ടും. ഞാൻ ഒന്നുകൂടി ഓടിച്ച് പറയാം, ശ്രദ്ധിക്കണേ. നമ്മൾ ആദ്യം ഒരു ചതുരം പറഞ്ഞിട്ടുണ്ട്. ആ ചതുരത്തിൻ്റെ വശത്തുനിന്ന് 2 സെൻറ്റിമീറ്റർ 2 മീറ്റർ കുറച്ച്, അല്ലേ? വശങ്ങളെല്ലാം 2 മീറ്റർ കുറച്ചപ്പോൾ പുതിയൊരു സമചതുരം ഉണ്ടല്ലോ. ആ സമചതുരത്തിൻ്റെ പരപ്പളവ് 49 പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ആദ്യത്തതിൻ്റെ, അല്ലേ, ഒരു വശം എത്ര എന്ന് ചോദിക്കുന്നത്. ആദ്യത്തിൻ്റെ ഒരു വശം എന്ന് പറഞ്ഞാൽ എക്സ് എത്ര എന്ന് കണ്ടുപിടിക്കണം. നമ്മൾ ചെയ്ത് സിമ്പിളായിട്ട്, അതായത് ഇതിൻ്റെ ഒരു വശം x-2 എന്ന് പറയാം നമുക്ക്. ഇതിൻ്റെ x-2 വശങ്ങളെല്ലാം x-2 ആണ് സമചതുരം ആയതുകൊണ്ട്, അല്ലേ? അപ്പോൾ സമചതുരത്തിൻ്റെ പരപ്പളവ് നമുക്കറിയാം വശം ഇൻറ്റു വശം അല്ലെങ്കിൽ വശം സ്ക്വയർ ആയിരിക്കും. അത് എത്ര തന്നിട്ടുണ്ട്? 49 തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ x-2 x-2 അല്ലെങ്കിൽ x-2 ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഏത് വേണമെങ്കിൽ എഴുതാം, അല്ലേ? അത് സമത്ര എഴുതിയിട്ടാ 49 എഴുതി. അതിനടുത്ത് എന്തായി? ഈ സ്ക്വയർ കളയണം, അല്ലേ? x-2 മാത്രം എടുക്കുമ്പോൾ ഈ സ്ക്വയർ അപ്പുറം പോകുമ്പോൾ അങ്ങനെ ആലോചിച്ചാൽ മതി, അല്ലേ? 49 എന്തായിട്ട് മാറും? റൂട്ട് 49 റൂട്ട് 49 നമുക്കറിയാം, അല്ലേ? 7 ആണ്. അപ്പോൾ x-2 എത്രയായിടാ? 7 ആയി. പ്ലസ് ഓർ മൈനസ് അങ്ങനെല്ലാം എടുക്കും നമ്മൾ. അത് കുറച്ച് അങ്ങോട്ടെത്തുമ്പോൾ എടുക്കും നമ്മൾ. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കാം. x-2 എത്രയായിടാ? 7 ആയി. ഇനി എക്സ് എന്തായിരിക്കും? +2 അങ്ങോട്ട് പോകും എന്താവും? -2 അപ്പുറം പോകുമ്പോൾ എന്താവും? +2. 7 + 2 എന്നാവും. ഓക്കെ, ഒന്നാമത്തെ കണക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. അത് സിമ്പിളാണ്. സമചതുരാകൃതിയായ ഒരു മൈതാനത്തിന് ചുറ്റും 2 മീറ്റർ വീതിയിൽ ഒരു പാതയുണ്ട്.
മൈതാനവും പാതയും ചേർന്ന സമചതുരത്തിന്റെ പരപ്പളവ് 1225 ചതുരശ്ര മീറ്റർ ആണ്. മൈതാനത്തിന്റെ പരപ്പളവ് എത്ര? എളുപ്പമാണ്, നോക്കാം നമുക്ക്. ആദ്യം തന്നിരിക്കുന്ന പോലെ നമുക്കൊരു റഫായിട്ട് ഒരു ഫിഗർ വരക്കാം. സമചതുരാകൃതിയായ ഒരു മൈതാനം നോക്കണേ. സമചതുരാകൃതിയായ ഒരു മൈതാനം. ഓക്കെ, സമചതുരാകൃതിയായ മൈതാനം, സമചതുരം എന്ന് വിചാരിക്കാം. ഓക്കെ, അതിന് ചുറ്റും 2 മീറ്റർ വീതിയിൽ ഒരു പാതയുണ്ട്. 2 മീറ്റർ എന്ന് പറയുമ്പോൾ 2 മീറ്റർ വിട്ടിട്ട്, അപ്പോൾ എല്ലാ ഭാഗത്തുനിന്നും 2 മീറ്റർ വിടണ്ടടാ. എല്ലാ ഭാഗത്തുനിന്നും 2 മീറ്റർ വിട്ട് ഒരു പാതയുണ്ട് വിചാരിക്കാം അല്ലേ. ചുറ്റും 2 മീറ്റർ വീതിയിൽ 2 മീറ്റർ വീതിയിൽ ഒരു പാതയുണ്ട്. ഓക്കെ, 2 മീറ്റർ വീതിയിൽ ഒരു പാത. ഈ അളവ് എത്ര ആയിരിക്കും? അപ്പോൾ 2 മീറ്റർ. ഇതും എത്ര തന്നെ ആയിരിക്കും? 2. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇത് എത്ര? 2. ഇതും എത്ര ആയിരിക്കും? 2. ഇതും 2. ഇതും 2. 2 2. ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എല്ലാം 2 2 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അവർ പറയുന്നത് എന്താ? മൈതാനവും പാതയും ചേർന്ന സമചതുരത്തിന്റെ പരപ്പളവ് 1225 ചതുരശ്ര മീറ്റർ ആണെന്ന് പറഞ്ഞു. മൈതാനവും, നമ്മൾ മൈതാനം ഇതല്ലേ നടുക്കത്തെ, മൈതാനവും ഈ പാത ചുറ്റുള്ള പാതയും ചേർന്ന മൊത്തം ടോട്ടലിന്റെ വിസ്തീർണ്ണമാണ് എത്ര പറഞ്ഞത്? 1225. ടോട്ടൽ വരുന്നത് 1225 മീറ്റർ സ്ക്വയർ, ചതുരശ്ര മീറ്റർ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇനി അവർ പറയുന്നത് മൈതാനത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കണം. മൈതാനത്തിന്റെ പരപ്പളവ് സമചതുരാകൃതി ആയതുകൊണ്ട് വശം എക്സ് ആണെങ്കിൽ നമുക്ക് അതിന്റെ പരപ്പളവ് എന്തായിട്ട് എടുക്കാം? എക്സ് സ്ക്വയർ. അപ്പോൾ ആദ്യം നമ്മൾ എന്താക്കണം? എക്സ് കണ്ടുപിടിക്കണം അല്ലേ. എക്സ് കണ്ടുപിടിക്കലാണ് നമ്മളെ ജോലി. അതായത് ഒരു വശം കണ്ടുപിടിച്ചാൽ അതിന്റെ വശത്തിന്റെ സ്ക്വയർ എടുത്ത് നമുക്ക് അതിന്റെ പരപ്പളവ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഇത് എക്സ് ആണെങ്കിൽ ഈ ഒരു വശം, ഈ വലിയ ചതുരത്തിന്റെ ഒരു വശം എത്രയായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇവിടുന്ന് ഇവിടത്തേക്ക് എക്സ് അല്ലേ, ഇത് എക്സ് ആണെങ്കിൽ ഇവിടുന്ന് ഇവിടത്തേക്ക് സെയിം അകലാണ്, ഇത് സെയിം, ഇത് ഇവിടുന്ന് ഇവിടത്തേക്ക് എക്സ്. ഇവിടുന്ന് ഇവിടത്തേക്ക് എത്ര ഉണ്ടടാ? 2 ഇല്ലേ. ഇവിടുന്ന് ഇവിടത്തേക്ക് എത്ര ഉണ്ടടാ? 2 ഇല്ലേ. ഇനി എല്ലാ ഭാഗത്തും അങ്ങനെ അല്ലേ. ഇത് എക്സ്, ഇവിടുന്ന് ഇവിടത്തേക്ക് അല്ലേ, ഇവിടുന്ന് ഇവിടത്തേക്ക് 2 ഉണ്ട്, ഇവിടുന്ന് ഇവിടത്തേക്ക് 2 ഉണ്ട്. അപ്പോൾ ഇത് ടോട്ടൽ എത്ര കിട്ടും? എക്സ് കൂട്ടണം 2 കൂട്ടണം 2 അല്ലേ, എക്സ് 2 2 എത്രയായിരിക്കും? എക്സ് കൂട്ടണം 4 ആയിരിക്കും ഈ ഒരു വശം. ഓക്കെ അല്ലേ. മറ്റേ വശം അങ്ങനെ അല്ലടാ. എക്സ് കൂട്ടണം 2 2 കൂട്ടി എത്ര കിട്ടുണ്ടാ? 4. എക്സ് കൂട്ടണം 4 തന്നെയല്ലേ അതും. അപ്പോൾ ഇത് എന്തായിരിക്കും? എക്സ്. ഈ സമചതുരത്തിന്റെ വശങ്ങൾ നമുക്ക് കിട്ടിയില്ലേ? ഒന്ന് x+4, മറ്റേത് x+4 അല്ലേ. അതായത് നമ്മൾ ഈ വലിയ സമചതുരം മൈതാനവും പാതയും ചേർന്ന സാധനത്തിൻ്റെയാണ് നമ്മൾ പറയുന്നത് x+4 അല്ലേ. അപ്പോൾ അതിന്റെ പരപ്പളവ് 1225 തന്നുകൊണ്ട് നമുക്ക് അതിന്റെ പരപ്പളവിന്റെ ഇക്വേഷൻ അറിയാലോ. സമചതുരത്തിന്റെ പരപ്പളവിന്റെ ഇക്വേഷൻ എന്താ? വശം ഇൻറ്റു വശം അല്ലെങ്കിൽ വശം സ്ക്വയർ. നമുക്ക് വശം സ്ക്വയർ ആണ് ഡയറക്റ്റ് ചെയ്താൽ. ഇതിൻ്റെ ഒരു വശം x+4 ആയതുകൊണ്ട് അതിൻ്റെ പരപ്പളവ് എന്തായിരിക്കും? x+4 ഹോൾ സ്ക്വയർ അല്ലേ. x+4 ഹോൾ സ്ക്വയർ എത്രടാ? 1225. അതായത് വലിയ സമചതുരത്തിന്റെ പരപ്പളവ് തന്നിട്ടുണ്ട്. ഏത്? മൈതാനവും നമ്മളെ പാതയും ചേർന്ന അല്ലേ, അതിന്റെ പരപ്പളവാണ് നമുക്ക് എത്ര തന്നെ? 1225. ആ മൈതാനവും പാതയും ചേർന്ന ആ മൊത്തം വശം നമുക്ക് എക്സും 2 2 x+4 ചെയ്തു. നമ്മൾ ചിലപ്പോൾ മിസ്റ്റേക്ക് വരുത്തുന്നത് അങ്ങനെ അറിയടാ. 2 മീറ്റർ അല്ലേ പറഞ്ഞ വീതി. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയാതെ x+2 എഴുതും. അങ്ങനെ എഴുതാൻ പാടില്ല. കാരണം 2 ഭാഗത്ത് എത്ര വരുണ്ടാ? 2 2 വരും. അപ്പോൾ 2 2 എത്ര? 4 ആവും അല്ലേ. 2 2 കൂട്ടുമ്പോൾ 4 ആവും. അപ്പോൾ 2 ഭാഗത്ത് എത്തുമ്പോൾ എത്രയാവും? 4 ആവും. ഇനി അടുത്ത് നോക്ക്, ബാക്കി ചെയ്യാൻ പറ്റൂലേ? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്പിടാ. x+4 കണ്ടുപിടിച്ചൂടെ? ഇന്ന് എത്രയായിരിക്കും? സ്ക്വയർ കളയാൻ നമ്മൾ റൂട്ട് എടുത്താൽ മതി പറഞ്ഞില്ലേ. റൂട്ട് 1225 അല്ലേ. 1225ന്റെ റൂട്ട് എത്ര? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. റൂട്ട് കണ്ടുപിടിക്കേണ്ട കുറച്ചൊരു 30 വരെയല്ല അതിൻ്റെ റൂട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ജസ്റ്റ് റൂട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ജസ്റ്റ് നമുക്ക് അതിൻ്റെ റൂട്ട് അറിയാം. 35 നില ഇപ്പോൾ അറിയാം. എന്തുകൊണ്ട് വെച്ചാൽ ട്രിക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ ഘടകക്രിയ ചെയ്യാം. അല്ലാതെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്കറിയാം. 20ന്റെ സ്ക്വയർ എത്രയാണ്? അതായത് 1225 ആരെ സ്ക്വയർ എന്ന് നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ 20ന്റെ സ്ക്വയർ 400 ആണെന്നറിയാം. 30ന്റെ സ്ക്വയർ 900 ആണെന്നറിയാം. 3 സ്ക്വയർ 9 900. 40ന്റെ സ്ക്വയർ 1600 എന്ന് പറയാം. ഈ 1225 ഇതിൻ്റെ രണ്ടിനും നടുവിലല്ലേ. അപ്പോൾ ഇതിൻ്റെ രണ്ടിനും നടുവിലായതുകൊണ്ട് 30നും 40ൻ്റെ ഇടയിലായിരിക്കും അതിൻ്റെ റൂട്ട് എന്ന് നമുക്കറിയാം. ഏതിൻ്റെ? 1225. അല്ലെങ്കിൽ 30നും 40നും ഇടയിലുള്ള ആരുടെയോ സ്ക്വയറാണ് എത്രടാ? 1225. പിന്നെ ലാസ്റ്റ് നോക്കേണ്ട എന്താ? അപ്പോൾ 30നും 40നും ഇടയിൽ എന്ന് മനസ്സിലായി. 5ൽ അവസാനിക്കുന്നല്ലേ. 5ൽ അവസാനിക്കുന്നത് ആരെ സ്ക്വയർ മാത്രമേ ആയിരിക്കണ്ട? 5 സ്ക്വയർ 25 അല്ലേ. അവസാനം നിങ്ങൾ നമുക്ക് 1 സ്ക്വയർ 1 അല്ലേ, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25, 6 സ്ക്വയർ 36, 7 സ്ക്വയർ 49, 8 സ്ക്വയർ 64,
9 സ്ക്വയർ 81, 10 സ്ക്വയർ എത്രടാ 100. നിങ്ങൾ നോക്കിയേ, ലാസ്റ്റ് 5 അവസാനിക്കുന്ന 6 മാത്രമേ ഉള്ളൂ, 5ൻ്റെ സ്ക്വയർ മാത്രം. ബാക്കിയെല്ലാം എടുക്കുമ്പോൾ ചിലപ്പോൾ 1 2 എണ്ണം ഉണ്ടാവും. 5 അവസാനിക്കുന്ന 5ൻ്റെ സ്ക്വയർ മാത്രം ആയതുകൊണ്ട് നമുക്ക് മനസ്സിലായി 30നും 40നും ഇടയിൽ മനസ്സിലായി അതെന്ത് തന്നെ ആയിരിക്കും, 35 ആയിരിക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടി കൺഫേം ആക്കാം. 35ൻ്റെ സ്ക്വയർ കണ്ടു നോക്കാം. 5 5 25, 2 ശിഷ്ടം 3 5 15, 2 17, 5 3 15, 1 ശിഷ്ടം 3 3 9 10 അല്ലേ. 5 7 5 12, 1 ശിഷ്ടം 1 0 1 2 1 1225. അപ്പോൾ നമുക്ക് 35ൻ്റെ സ്ക്വയർ ആണ് 1225. അപ്പോൾ റൂട്ട് 1225 എത്ര ആയിരിക്കും? 35 ആയിരിക്കും. ഓക്കെ. ഇനി അടുത്തത് x+4 35 കിട്ടിയില്ലേ. ഇനി ഇതിൽ എന്ത് കണ്ടുപിടിക്കണം? എക്സ് കണ്ടുപിടിച്ചൂടെ? എന്താ 35 ഇപ്പുറത്തുണ്ടിടാ, +4 സമത്തിൻ്റെ അപ്പുറം എന്തായിട്ട് മാറി -4. അപ്പോൾ എക്സ് എത്ര കിട്ടും നമുക്ക്? 31. അതായത് നമ്മുടെ മൈതാനത്തിൻ്റെ ഈ സാധാരണ എക്സ് മൈതാനത്തിൻ്റെ ഒരു വശം എത്ര കിട്ടും? 31 കിട്ടും അല്ല, 4 വശം. അതിൻ്റെ പരപ്പളവ് കണ്ടുപിടിച്ചൂടെ? സിമ്പിൾ അല്ലേ? എങ്ങനെയാണ് പരപ്പളവ് കണ്ടുപിടിക്കൽ? വശം സ്ക്വയർ. പരപ്പളവിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, വശം സ്ക്വയർ അല്ലേ. ഇവിടെ എത്ര വശം? 31. അപ്പോൾ 31 സ്ക്വയറിലെ 31 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? 31 × 31 ചെയ്തൂടെ? സിമ്പിൾ അല്ലേ? 31 × 31, 1 1 1 3 3, 1 3 3, 3 1 9 എത്ര കിട്ടുണ്ടാ? 961 കിട്ടും അല്ലേ. ഓക്കെ. 31 × 31 1 3 3 9. ഓക്കെ, 961. അപ്പോൾ പുതിയ അല്ല, മൈതാനത്തിൻ്റെ പരപ്പളവ് എത്ര? മീറ്ററിലാണല്ലോ, എല്ലാം പറഞ്ഞിട്ടില്ലേ. മീറ്ററിലാണെങ്കിൽ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ചതുരശ്ര മീറ്റർ. ഓക്കെ, ഒന്നുകൂടി പറയാൻ, അതായത് നമ്മളെ മൈതാനമുണ്ട്, അതിന് ചുറ്റും 2 മീറ്റർ നീളത്തിൽ അല്ലെ വീതിയിൽ പാതയുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എക്സ് വെച്ചിട്ട് മൈതാനം വരച്ചു, എല്ലാ ഭാഗത്തും 2 2 കൂട്ടിയിട്ട് പാതയും വരച്ചു. പാത വരച്ചിട്ട് മൈതാനവും പാതയും ചേർന്നതിൻ്റെ പരപ്പളവ് നമുക്ക് തന്നിട്ടുണ്ട്. ആ മൈതാനവും പാതയും ചേർന്ന സമചതുരത്തിൻ്റെ ഒരു വശം നമുക്ക് മനസ്സിലായി, എക്സും 2 2 കൂട്ടി x+4 എന്ന് മനസ്സിലായി. അതിൻ്റെ പരപ്പളവാണ് 1225. അപ്പോൾ x+4 വശം ഒന്നാണ്, മറ്റേത് x+4 വശം സ്ക്വയർ 1225 കിട്ടി. അപ്പോൾ x+4 സ്ക്വയർ 1225 കിട്ടി. ഇതിൽ x+4 റൂട്ട് 1225 35 അത് നമുക്ക് ചെയ്ത് അങ്ങനെ മനസ്സിലായി. അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ ഘടകക്രിയ വെച്ച് നമുക്ക് ചെയ്യാം, കുറച്ചും കൂടി എളുപ്പം ഇതായിരിക്കും നിങ്ങൾക്ക്. പിന്നെ അതേപോലെ x+4 അധികം എക്സാമിന് ഇങ്ങനത്തെ ഒക്കെ തരും, നമുക്ക് കറക്റ്റ് അറിയുന്ന സാധനം മാത്രമേ തരൂ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. പിന്നെ x+4 35 കിട്ടും. അപ്പോൾ എക്സ് നമുക്ക് എത്ര കിട്ടും? 35 - 4 31 കിട്ടും. അപ്പോൾ ഒരു വശം എത്ര കിട്ടും? നമുക്ക് 31 കിട്ടും. ഏതിൻ്റെ? മൈതാനത്തിൻ്റെ അല്ലേ. എക്സ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്, മൈതാനത്തിന് എക്സ് ആണ് കൊടുത്ത് അത് കിട്ടും. അതിനുശേഷം നമ്മൾ എന്താക്കി തരാം? അത് രണ്ടും സ്ക്വയർ ചെയ്തു അല്ലേ. എന്തിനാ സ്ക്വയർ ചെയ്തത്? ഇതിൻ്റെ സമചതുരം അല്ലേ, അതിൻ്റെ പരപ്പളവ് വശം സ്ക്വയർ അല്ലേ. അപ്പോൾ 31 സ്ക്വയർ, അതായത് 31 × 31 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 961. യൂണിറ്റ് അടക്കം എഴുതാൻ ശ്രദ്ധിക്കുക. നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ അവിടെ വിട്ടുപോയിട്ടുണ്ട് യൂണിറ്റ്. ലാസ്റ്റ് ഫൈനൽ ആൻസർ കയ്യിൽ എന്തായാലും യൂണിറ്റ്, ഫൈനൽ ആൻസറിൽ എന്തായാലും യൂണിറ്റ് എഴുതാൻ നോക്കാം. ഓക്കെ, രണ്ടും ഓക്കെ അല്ലേ. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് ഓടാം. അടുത്തടുത്ത 2 ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തോട്, പേജ് നമ്പർ 87 ചോദ്യമാണ്. അടുത്തടുത്ത 2 ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തോട് 1 കൂട്ടിയപ്പോൾ 259 കിട്ടി. സംഖ്യകൾ ഏതൊക്കെ? അടുത്തടുത്ത 2 ഇരട്ട സംഖ്യകളുണ്ട്, അവരുടെ ഗുണനഫലത്തോട് 1 കൂട്ടി. അപ്പോൾ എത്ര കിട്ടിയത്? 259 കിട്ടിയാൽ ആ 2 ഇരട്ട സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. എളുപ്പമാണ്. അടുത്തടുത്ത 2 ഇരട്ട സംഖ്യകളോട് കൂടെ 1 കൂട്ടിയപ്പോൾ അല്ലേ. അപ്പോൾ അടുത്തടുത്ത ഇരട്ട സംഖ്യകൾ എത്രയായിരിക്കും? നമ്മൾ പറയാം 2 കഴിഞ്ഞ അടുത്ത ഇരട്ട സംഖ്യ എത്രയായിരിക്കും? 4. 10 കഴിഞ്ഞ അടുത്ത ഇരട്ട സംഖ്യ എത്രയായിരിക്കും? 12. ഇനി 26 ആണെങ്കിൽ അടുത്ത ഇരട്ട സംഖ്യ എത്രയായിരിക്കും? 28. അതായത് നിങ്ങൾ നോക്കിയേ, ഇരട്ട സംഖ്യകൾ തമ്മിൽ വ്യത്യാസം എത്ര ആയിരിക്കും എപ്പോഴും? 2. അതിന് ഒറ്റ സംഖ്യ ആയാലും എത്ര തന്നെ ആയിരിക്കും? 2 തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഒന്നാമത്തെ ഇരട്ട സംഖ്യനെ ഞാൻ എക്സ് എന്ന് എടുത്താൽ രണ്ടാമത്തെ ഇരട്ട സംഖ്യ എത്രയായിരിക്കും? ആ എക്സിൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ മതിരാ? 2 കൂട്ടിയതായിരിക്കില്ലേ. അടുത്തടുത്ത 2 ഇരട്ട സംഖ്യ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ. അതായത് ഒന്നാമത്തെ ആൾ എക്സ് എടുത്താൽ അതിനെപ്പറ്റി 2 കൂട്ടി. നിങ്ങൾ ഏത് നോക്കിയേ, 26 ആണെങ്കിൽ 26ൻ്റെ ഒപ്പം 2 കൂട്ടി 28, 10 ആണെങ്കിൽ 10ൻ്റെ ഒപ്പം 2 കൂട്ടി 12. അങ്ങനെ അടുത്തടുത്ത ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് എക്സ് ആണെങ്കിൽ മറ്റെന്തായിരിക്കും? x+2. ഓക്കെ അല്ലേ. ഇവരുടെ ഗുണനഫലത്തോട് 1 കൂട്ടിയപ്പോൾ 259 കിട്ടി എന്നല്ല പറഞ്ഞത്. അപ്പോൾ ഇവരുടെ ഗുണനഫലം കണ്ടുപിടിക്കാം. അങ്ങനെ എക്സ് ഗുണിക്കണം x+2. ഓക്കെ അല്ലേ. ഇവരുടെ ഗുണനഫലത്തോട് അല്ലേ ഗുണനഫലം കണ്ടുപിടിച്ചു. അതിൻ്റെ പേര് എത്ര കൂട്ടണുണ്ടോ? 1 കൂട്ടണം. 1 കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടിയിടാ? 289 കിട്ടി. ഇത്ര പേര് എല്ലാവർക്കും ഓക്കെ അല്ലേ. ഗുണനഫലത്തോട് 1 കൂട്ടിയപ്പോൾ 289 കിട്ടി എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈ ബ്രാക്കറ്റ് തുറന്നൂടെ? ഇനി എങ്ങനെ തുറക്കല്? എക്സും എക്സും ഗുണിച്ചൂടെടാ അല്ലേ. നമുക്കറിയാം ഇതെങ്ങനെ ചെയ്യല്. ആദ്യം ഒന്നാമത്തെ ആളോട് ഗുണിക്കുക, പുറത്തെ ആളെ പിന്നെ രണ്ടാമത്തെ ആളോട് ഗുണിക്കുക, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ എക്സിൻ്റെ x² പ്ലസ് എക്സിൻ്റെ 2 എത്രടാ? 2x പ്ലസ് 1 സമത്രടാ 289. ഓക്കെ അല്ലേടാ. നമ്മൾ നോക്കേണ്ട എന്താ? ഇത് ഏത് ഫോമുല നോക്കണം എപ്പോഴും.
ഈ നോക്കിയേ, നമ്മൾ അതിന് മുമ്പ് നിർബന്ധമായിട്ടും 2 ഇക്വേഷൻ പഠിക്കാനുണ്ട്. a+b അല്ലെങ്കിൽ x+y ഏതായിക്കോട്ടെ ഹോൾ സ്ക്വയറും a-b അല്ലെങ്കിൽ x-y ഹോൾ സ്ക്വയർ. ഈ 2 സാധനം നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഞാൻ എഴുതാം a+b ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞത് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ഈ സാധനം ഒന്നാമത്തെ ആളുടെ സ്ക്വയറെ കൂട്ടണം, 2 ഗുണിക്കണം ഒന്നാമത്തെ ആള് ഗുണിക്കണം രണ്ടാമത്തെ ആള് പ്ലസ് രണ്ടാമത്തെ ആള് സ്ക്വയർ. പ്ലസ് ആണെങ്കിൽ എല്ലാം പ്ലസ്, അത്രേ ഉള്ളൂ. ഇനി a-b ഹോൾ സ്ക്വയർ നോക്ക്, ഒന്നാമത്തെ ആളെ സ്ക്വയർ മൈനസ്, ഇവിടെ മാത്രം മൈനസ് വരും, മൈനസ് 2 ഗുണിക്കണം ഒന്നാമത്തെ ആള് ഗുണിക്കണം രണ്ടാമത്തെ ആള് പ്ലസ്, പ്ലസ് ഇത് മാറ്റമൊന്നുമില്ല, പ്ലസ് തന്നെയാണ് ബി സ്ക്വയർ, ഇവിടെ മാത്രം മാറ്റം വരും. അപ്പോൾ തിരിച്ചു പറയാം, a² + 2ab + b സ്ക്വയർ നമുക്ക് എന്ത് പറയാം, a+b ഹോൾ സ്ക്വയർ എന്ന് പറയാം. a² - 2ab + b സ്ക്വയർ നമുക്ക് എന്ത് പറയാം, a - b ഹോൾ സ്ക്വയർ എന്ന് പറയാം. ഇനി ഇവിടെ നോക്കിയടാ, ഇവിടെ അതേപോലെ അല്ലേ, നോക്കി x² + 2x + 1 പറഞ്ഞാൽ 1 സ്ക്വയർ തന്നെ അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒന്നാമത്തെ ആള് ഞാൻ ഇവിടെ ആദ്യം തന്നെ റിസൾട്ട് ചെയ്താൽ x+1 ഹോൾ സ്ക്വയർ ആണെന്ന് ഞാൻ പറയുന്നത്. നോക്കി നോക്കിയേ, ഒന്നാമത്തെ ആളെ സ്ക്വയർ x² പ്ലസ് 2 ഇൻറ്റു ഒന്നാമത്തെ ആൾ x ഇൻറ്റു രണ്ടാമത്തെ ആള് 2 ഇൻറ്റു x ഇൻറ്റു 1 2x, ശരിയാണല്ലേ, പ്ലസ് രണ്ടാമത്തെ ആളെ സ്ക്വയർ 1 സ്ക്വയർ എത്ര 1. അപ്പം നമുക്ക് ഈ x² + 2x + 1 എന്ത് ചെയ്താൽ x+1 ഹോൾ സ്ക്വയർ. അതങ്ങനെ പഠിക്കാം, കാണാൻ തന്നെ നോക്കാം നമുക്ക്, കാരണം എപ്പോഴും അങ്ങനെ ചോദിക്കാറുണ്ട്. ഈക്വൽ ടു എത്ര എഴുതടാ, 289. പിന്നെ നമ്മൾ നേരത്തെ സ്റ്റെപ്പിലെത്തി, കഴിഞ്ഞ ചോദ്യത്തിൽ ചെയ്ത മാതിരി അല്ലേ. x+1 എത്ര ആയിരിക്കും ഉണ്ടാകുമ്പോൾ അല്ലേ, സ്ക്വയർ അപ്പുറം പോകുമ്പോൾ നമ്മൾ പറഞ്ഞില്ല റൂട്ട് എടുത്താൽ മതിയെന്ന്, √289. √289 നമ്മൾ പഠിക്കുന്നില്ല, 20 വരെയുള്ള സ്ക്വയർ ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ √289 പറയുമ്പോൾ വെറുതെ നോക്കാം നമുക്ക്, അല്ലെങ്കിൽ 10 സ്ക്വയർ എത്രടാ 100, 20 സ്ക്വയർ എത്രയാ 400. നമ്മൾ ഈ സംഭവം എന്ന് പറയുന്നത് 10നും 20നും ഇടയ്ക്കെന്ന് മനസ്സിലായി. പിന്നെ ലാസ്റ്റ് 9ൽ അവസാനിക്കുന്ന ആരല്ല, 3ന്റെ സ്ക്വയർ 9 ആണെടാ, 7ന്റെ സ്ക്വയർ 49, അതും 9ലാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ 10നും 20നും എടുക്കാം, ഒന്നുകിൽ 13 അല്ലെങ്കിൽ 17. ഇതിൽ ഒരാളെ സ്ക്വയർ ആയിരിക്കുന്നത് 289. 13 സ്ക്വയർ നമ്മൾ മുന്നേ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്താലും കിട്ടും എത്ര, 169 കിട്ടും. സ്വാഭാവികമായിട്ട് എത്ര ആയിരിക്കട്ടാ, 17 സ്ക്വയർ തന്നെ ആയിരിക്കും തന്നെ 289. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. 7 49 4 ശിഷ്ടം 1 7 4 11 1 7 1 അല്ല 9 8 2 289 കിട്ടും. x+1 289 ആണെങ്കിൽ അല്ല √289 ആണെങ്കിൽ x+1 എത്ര ആയിരിക്കണം, അതിൻ്റെ റൂട്ട് എത്ര കിട്ടി നമുക്ക് 17. അങ്ങനെയാണെങ്കിൽ x എത്ര ആയിരിക്കും, 17 + 1 അപ്പുറം എന്താവും -1, 17 1 പോയാൽ എത്രടാ 16. അപ്പോൾ 2 ഇരട്ട സംഖ്യകളിൽ 1 കിട്ടിയില്ലേ, x 16. ഇനി എന്താ ചോദിക്കുന്നത്, രണ്ടാളും കണ്ടുപിടിക്കണ്ടേ, ഒന്ന് x ആണെങ്കിൽ മറ്റേത് എത്രടാ x+2 അല്ലേ. x എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി 16. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഇരട്ട സംഖ്യ എത്ര ആയിരിക്കും, അടുത്ത ഇരട്ട സംഖ്യ അല്ലേ 16 + 2 x+2 അല്ലേ, 16 + 2 എത്ര കിട്ടും 18. ഇത്രയേ ഉള്ളൂ. 16 18 ഗുണിച്ചിട്ട് 1 കൂട്ടി എത്ര കിട്ടും, അപ്പോൾ നമുക്ക് 289 കിട്ടും. ഒന്നുകൂടി നോക്കാം, വീഡിയോ ആണ്, അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക നിങ്ങൾ. സിമ്പിളാണ്. 2 ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് എക്സും തൊട്ടപ്പുറത്ത് x+2. ഇനി ഒറ്റ സംഖ്യയായ x+1 ആവില്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടേ. അടുത്തടുത്ത് 2 ഒറ്റ സംഖ്യയായാലും ഇരട്ട സംഖ്യയായാലും അവർ വ്യത്യാസം എത്രയായിരിക്കും, 2 ആയിരിക്കും. അതുകൊണ്ട് 1 x എടുത്താൽ മറ്റെന്താ എടുക്കടാ x+2 എടുക്കുക. അവരുടെ ഗുണനഫലത്തോട് 1 കൂട്ടിയപ്പോൾ എന്ന് പറയുമ്പോൾ x ഇൻറ്റു ഗുണനഫലം 2 ഗുണിച്ചു, ബ്രാക്കറ്റ് കൊടുക്കണം, രണ്ടാളുണ്ട് അല്ലേ, 2 ടേമിൽ ഒരാളുടെ ഒറ്റ 1, അപ്പോൾ ബ്രാക്കറ്റ് കൊടുത്ത് ചെയ്തു. അപ്പോൾ x ഇൻറ്റു x x² + x ഇൻറ്റു 2x + 1 289 കിട്ടി നമുക്ക്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് x+1 ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമാണ്, ഇത് കാണാതെ പഠിക്കുക, അപ്പോൾ നമുക്ക് കിട്ടും. പിന്നെ അതിൽ നിന്ന് നമ്മൾ x+1 കണ്ടുപിടിച്ചു, x+1 കണ്ടുപിടിച്ച് x കണ്ടുപിടിച്ച് ഒന്നാമത്തെ ആൾ കിട്ടി, x+2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആളും കിട്ടി. ഓക്കെ, അടുത്ത് നോക്കാം. അപ്പോൾ ഇതേ സെയിം ആണ്. 6ന്റെ അടുത്തടുത്ത 2 ഗുണിതങ്ങളുടെ ഗുണനഫലത്തോട് 9 കൂട്ടിയപ്പോൾ 729 കിട്ടി. സംഖ്യകൾ ഏതൊക്കെ? അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒരു 1 മുതൽ 20 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ കാണാതെ പഠിച്ചാൽ അത്രയും നല്ലത്, നമുക്ക് അത്രയും സ്പീഡാകാൻ പറ്റും. 1 മുതൽ 20 വരെ, 10 വരെ എല്ലാവർക്കും അറിയാം, 10 മുതൽ ബാക്കി 20 വരെയിൽ എളുപ്പം പഠിക്കാൻ നോക്കാം. എന്തായാലും പഠിച്ചു വരാം. പിന്നെ നമുക്ക് 6ന്റെ അടുത്തടുത്ത 2 ഗുണിതങ്ങളുടെ ഗുണനഫലത്തോട് 9 കൂട്ടിയപ്പോൾ, അപ്പോൾ ഇവിടെ പറയുന്ന 6ന്റെ അടുത്തടുത്ത 2 ഗുണിതങ്ങൾ. എടാ നിങ്ങൾ നോക്കുക, 6ന്റെ ഗുണിതങ്ങൾ ഏതല്ല, 6 12 18 24 ഇങ്ങനെയല്ലടാ. ഈ 6ന്റെ അടുത്തടുത്ത് ഗുണിതം എന്ന് പറയുമ്പോൾ അവരുടെ എല്ലാം വ്യത്യാസം എത്രയായിരിക്കും ഉണ്ടാ, 6 കൂടി പോകുന്നല്ലേ. അപ്പോൾ ഒന്നാമത്തെ സംഖ്യ x എടുത്താൽ അടുത്ത സംഖ്യ എത്രയായിരിക്കും, അടുത്തടുത്ത ഗുണിതം. ഒന്നാമത്തെ 6ന്റെ ഗുണിതം x ആണെങ്കിൽ അടുത്ത 6ന്റെ ഗുണിതം എത്രയായിരിക്കും, ആ എക്സിന്റെ കൂടെ എത്ര കൂട്ടിയാൽ മതി, 6 കൂട്ടിയാൽ മതി. അപ്പോൾ അത് എത്ര ആയിരിക്കണ്ട, x+6 ആയിരിക്കും. ഇനി ഇവരുടെ ഗുണനഫലത്തോട് 9 കൂട്ടിയപ്പോൾ എന്നല്ലേ പറഞ്ഞേ, അപ്പോൾ 6ന്റെ 2 ഗുണിതങ്ങൾ കിട്ടി. അവരുടെ ഗുണനഫലം എന്ന് പറയുമ്പോൾ x ഇൻറ്റു x+6, അവരുടെ ഗുണനഫലത്തോട് എത്ര കൂട്ടണണ്ട,
9 കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 729 കിട്ടി. എങ്കിൽ സംഖ്യകൾ ഏതൊക്കെ? അപ്പോൾ എക്സ് കണ്ടുപിടിച്ചാൽ മതി. എക്സ് കണ്ടുപിടിച്ച് പിന്നെ എക്സ് പ്ലസ് 6 കൂടി കണ്ടുപിടിച്ചാൽ സാധനമായി. നേരത്തെ അതേപോലെ അല്ലടാ, ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കൊടുത്തൂടെ? എക്സിൻ്റെ എക്സ് എന്ത് കിട്ടുണ്ടാ? എക്സ് സ്ക്വയർ. ഇതും ഗുണിച്ചു, ചിഹ്നം പ്ലസ് പ്ലസ് ഇട്ടു. എക്സിനെ പിന്നെ ആരോട് ഗുണിക്കണം? 6 കൊണ്ട്. എക്സിൻ്റെ വേറെ എത്രടാ? 6x. പിന്നെ ഇവിടെ ആരുണ്ടടാ? 9 ഉണ്ട്. സമത്രടാ 729. ഇത് നമുക്കറിയാം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമിലേ ചോദിക്കൂ. അപ്പോൾ നിങ്ങൾ ആ ഫോമിലേക്ക് വേണമെങ്കിൽ ആക്കാൻ നല്ല എളുപ്പമാണ്. ആ ഫോമിലേക്ക് തന്നെ ആക്കുക. അതായത് എക്സ് സ്ക്വയറും 6x അങ്ങനെ വെച്ചു. ഈ 9 എന്താക്കിയാറടാ? 3 സ്ക്വയർ ആക്കി. സമം 729. പ്രശ്നമില്ലല്ലോ, കാരണം 9 എന്ന് പറഞ്ഞാൽ എത്രയാ? 3 സ്ക്വയർ അല്ല 9. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ഇനി ചെയ്ത് നോക്കിയേ, ഇത് എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലാണ് ഉള്ളത്. നമ്മൾ ആദ്യം ഒന്ന് അസ്യൂം ചെയ്ത് വെച്ചോ, കുഴപ്പമൊന്നുമില്ല. രണ്ടാമത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആളെ സ്ക്വയർ ശരി തന്നെ, പ്ലസ് 2 ഇൻറ്റു ഒന്നാമത്തെ ആൾ ഇൻറ്റു രണ്ടാമത്തെ ആൾ, 2 ഇൻറ്റു എക്സ് 2x ഇൻറ്റു 3 6x കറക്റ്റ് കിട്ടുന്നുണ്ട്. പ്ലസ് രണ്ടാമത്തെ ആളെ സ്ക്വയർ കറക്റ്റ് തന്നെ. അപ്പോൾ ഇതേ ഫോമിൽ തന്നെ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടേ, ചിലപ്പോൾ അറിയാതെ എക്സ് പ്ലസ് 9 ഹോൾ സ്ക്വയർ എന്ന് എടുക്കുക. അങ്ങനെയല്ല, ഇവിടുത്തെ ആൾ നേരത്തെ 1 സ്ക്വയർ 1 ആയതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. ഇവിടെ 9 എന്ന് പറയുന്നത് 3 സ്ക്വയർ ആണ്. അപ്പോൾ നമ്മളത് മാറ്റിയത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇനി സ്ക്വയർ മാറ്റം നിങ്ങൾക്ക് അറിയില്ലേ? എക്സ് പ്ലസ് 3 എത്രയായിരിക്കും? അപ്പോൾ സ്ക്വയർ ആണെങ്കിൽ നമ്മൾ പറഞ്ഞ റൂട്ട് എടുക്കണം എന്ന് പറഞ്ഞില്ല, റൂട്ട് 729. റൂട്ട് 729 നമുക്ക് അറിയണം അല്ലേ? അപ്പോൾ നമ്മൾ നോക്കാം. 20 സ്ക്വയർ എത്രടാ? 400. ഓക്കെ. 30 സ്ക്വയർ എത്ര? 900. നമ്മൾ 729 അടുക്ക് പറയുമ്പോൾ 30 സ്ക്വയർ 20 30 അടുക്കായിരിക്കില്ല നമ്മളാൾ 20 30 അടുക്കാണ്. ലാസ്റ്റ് 9 അവസാനിക്കുന്നത്. ലാസ്റ്റ് 9 അവസാനിക്കുന്ന ആരൊക്കെയാ? ഒന്ന് ഞാൻ പറഞ്ഞു 3 സ്ക്വയർ എത്രടാ? 9 അവസാനിക്കും. 7 സ്ക്വയർ 49 അവസാനിക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്പർ എത്ര ആയിരിക്കും? 9 തന്നെ. അപ്പോൾ ഒന്നിക്കിൽ 20 30 അടുക്ക് ലാസ്റ്റ് 3 7 അവസാനിക്കണം. ഏതൊക്കെ ആയിരിക്കും സംഖ്യ? ഒന്നിക്കിൽ 23 ആയിരിക്കും, അല്ലെങ്കിൽ 27 ആയിരിക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താക്കുക? 2 ഗുണിച്ച് നോക്കാം. ഞാൻ ആദ്യം 27 ഗുണിച്ച് നോക്കുന്നു, വെറുതെ അല്ല 23 ഗുണിച്ച് നോക്കുന്നത്, മനസ്സിലാവണമല്ലോ. 3 3 9, 2 3 6, 3 2 6, 2 2 4 ചെയ്യുമ്പോൾ 9 6 6 12 1 ശിഷ്ടം 529 കിട്ടും. നമ്മളിത്തരം അതല്ല 729 അല്ല വേണ്ട. അപ്പോൾ 23 അല്ല അല്ലേ? 3 9 2 3 6 2 3 6 2 2 4 12 1 15. ഓക്കെ കറക്റ്റ് അതല്ല. അപ്പോൾ 23 അല്ല, നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത ആളാരാ? 27 അല്ലടാ. 27 ഗുണിക്കണം 27 ചെയ്യുമ്പോൾ 7 7 49 9 4 ശിഷ്ടം 2 7 14 4 എത്രടാ? 18 അല്ലേ? നേരത്തെ ശിഷ്ടം കൂടെ 18. 2 7 14 4 1 ശിഷ്ടം 2 4 1 5 9 8 4 12 2 1 ശിഷ്ടം 5 1 6 2 6 1 7 729 കിട്ടില്ല. 27 സ്ക്വയർ ആണ് 729. അപ്പോൾ റൂട്ട് 729 എത്രടാ? 27. എക്സ് പ്ലസ് 3 27 ആണെങ്കിൽ അപ്പോൾ എക്സ് എത്ര ആയിരിക്കും ഉണ്ടാവുക? 27 മൈനസ് 3. 27 3 പോയാൽ 24. അപ്പോൾ 6ൻ്റെ ഒന്നാമത്തെ ഗുണിതം കിട്ടിയാൽ എക്സ് കിട്ടി. എത്രടാ? 24. അങ്ങനെയാണ് രണ്ടാമത്തെ ഗുണിതം കിട്ടണ്ടേ? എക്സ് പ്ലസ് 6 24 പേര് 6 കൂട്ടി എത്ര കിട്ടും? 30. അപ്പോൾ ഏതായാലും നമ്മളെ സംഖ്യകൾ 24 30. ഒന്നുകൂടി പെട്ടെന്ന് പറയാം. 2 6ൻ്റെ ഗുണിതങ്ങൾ പറയുമ്പോൾ 1 എക്സും 1 എക്സ് പ്ലസ് 6 എടുത്തു. അവരുടെ ഗുണനഫലത്തോടെ 9 കൂട്ടിയപ്പോൾ 729 കിട്ടിയെന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ എന്താക്കി? 2 ഗുണിച്ചിട്ട് അതിൻ്റെ പേര് 9 കൂട്ടിയിട്ട് 729 എഴുതി ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കൊടുത്തു. എക്സ് എക്സ് ഗുണിച്ച് എക്സ് സ്ക്വയർ പ്ലസ് പ്ലസ് ഇട്ടു. എക്സ് 6 ഗുണിച്ചാൽ 6x ആണ്, പ്ലസ് 9 ഉണ്ട്, 729 കിട്ടി. അതിനുശേഷം നമ്മൾ എന്താക്കിടാ? ഈ 9നെ വെറുതെ ഈ സ്റ്റെപ്പിന് ആവശ്യമില്ല, നമ്മൾ എന്നാലും മാറ്റി കൊടുക്കുന്നത്. 3 സ്ക്വയർ ആണ് 9 അല്ലേ? 3 സ്ക്വയർ 9 എന്നുള്ള രീതിയിൽ 3 സ്ക്വയർ എഴുതി. ഇങ്ങനെ നോക്കാൻ നമുക്ക് മനസ്സിലായി ഇത് എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലാണ്. എന്തായാലും അങ്ങനെ വരും. നിങ്ങൾ അതന്നെ ആലോചിച്ച് ടെൻഷൻ ആക്കണ്ട. അതെങ്ങനെ മാറ്റേണ്ടതെന്നും ജസ്റ്റ് വേണം ഒന്നുകൂടി ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് നോക്കാം. എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ ഒന്നാമത്തെ ആൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഒന്നാമത്തെ ആൾ ഇൻറ്റു രണ്ടാമത്തെ ആൾ. അതായത് നമ്മൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പഠിച്ച് 2 ഇൻറ്റു ഒന്നാമത്തെ ആൾ എക്സ് 2x ഇൻറ്റു 3 6x പ്ലസ് രണ്ടാമത്തെ ആളെ സ്ക്വയർ 3 സ്ക്വയർ 9 3 സ്ക്വയർ തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ കൺഫേം ആക്കി. അങ്ങനെയാണ് എക്സ് പ്ലസ് സ്ക്വയർ അപ്പുറം ആകുമ്പോൾ റൂട്ടായി. റൂട്ട് 729 പറയുന്നത് 27 ഇട്ട് നമുക്ക് ചെയ്തിട്ട് എക്സ് പ്ലസ് 3 27 ആണെങ്കിൽ എക്സ് എത്ര ആയിട്ടുണ്ട്? 24. അപ്പോൾ ഒന്നാമത്തെ 6ൻ്റെ ഗുണിതായി എക്സ് ആയി. രണ്ടാമത്തെ കൂടി എഴുതണം. നമ്മൾ അറിയാതെ ചിലപ്പോൾ ഒന്ന് മാത്രമേ എഴുതി വെക്കുക. അങ്ങനെ എഴുതാൻ പാടില്ല. എക്സിൽ സ്റ്റോപ്പ് ആക്കാൻ പാടില്ല. ഒന്നാമത്തെ എക്സ് ആണ്, രണ്ടാമത്തെ എക്സ് പ്ലസ് 6 ആണ്. അപ്പോൾ ഒന്നാമത്തെ 24 ആണ്, രണ്ടാമത്തെ എത്ര ആയിട്ടുണ്ട്? 30 ആയിരിക്കും. ഓക്കെ.